നാടുഭരിക്കാനൊരുങ്ങി മത്സരരംഗത്തിറങ്ങിയ സ്ഥാനാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ്. കാളികാവ് ബ്ലോക്കിന് കീഴിലെ 7 പഞ്ചായത്തുകളിലെയും ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിലെയും 300ഓളം സ്ഥാനാർത്ഥികൾ യോഗത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ, സ്ഥാനാർത്ഥികൾ പാലിക്കേണ്ട മര്യാദകൾ തുടങ്ങി വിവിധ കാര്യങ്ങളെക്കുറിച്ചാണ് ബോധവൽക്കരണം നടത്തിയത്. പ്രചാരണ രംഗത്ത് ചെലവഴിക്കുന്ന തുകയുടെ കൃത്യമായ കണക്ക് ഓരോ സ്ഥാനാർത്ഥികളും സൂക്ഷിക്കണമെന്ന് കമ്മീഷൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. പ്രചരണത്തിനും വിജയാഘോഷങ്ങൾക്കും വാഹനം ഉപയോഗിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡം പാലിക്കണമെന്ന് യോഗത്തിൽ നിലമ്പൂർ RTO പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന പ്രചാരണ ബോർഡുകൾക്കെതിരെ കർശന നടപടിയും പിഴയും ചുമത്തും. വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നതും ടാക്സി വാഹനങ്ങളല്ലാത്തവ പ്രചരണത്തിന് ഉപയോഗിക്കുന്നതിനും കർശന വിലക്കുണ്ട്. ഹരിത പ്രോട്ടോകോൾ നിർബന്ധമായി പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പൊതുസ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യൽ സ്ഥാനാർത്ഥികളുടെ ഉത്തരവാദിത്തമാണെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. കണക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അടുത്ത തവണയും, കാരണം ഇപ്പോ മത്സരിക്കുന്നവരിൽ 3-1 ആളുകൾ മാത്രമേ ജയിക്കൂ. അത്രേ ഉള്ളൂ അല്ലെ? 76 സംഗതികൾ മത്സരിക്കുന്നത് 3-1 ആണ് ജയിക്കാനുള്ള ചാൻസ്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ കൂടുതൽ ആളുകൾ എന്താ പറയുന്നത്, ഈ തവണ വിജയിക്കാതെ പോകുന്ന ആളാണ്. അവരും കണക്ക് കൊടുക്കണം. കണക്ക് കൊടുത്താലേ അടുത്ത തവണയെങ്കിലും നമുക്ക് മത്സരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ കണക്ക് കൊടുക്കുന്നത് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ മത്സരിച്ച് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും കണക്ക് കൊടുക്കുക. അപ്പോ ഈ കണക്ക് കൊടുക്കുന്നതിന് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഭാഗമാണ് ഫോം 5A5 എന്ന് പറയുന്ന ഭാഗം. നമ്മൾ സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ചുമതലക്കാരനോ പ്രസിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പ്രിന്റ് ചെയ്ത് വാങ്ങിക്കുന്നതിന് കൊടുക്കുന്ന അറിയിപ്പാണ് 5. എക്സ്പെൻഡിച്ചർ ഒബ്സർവർ വിനോദ് ശ്രീധർ, RTO ഈസ്കർ യാഷിക, റിട്ടേണിംഗ് ഓഫീസർ ഗഫൂർ, ARO R ജ്യോതിഷ്, BSNL SDE EP ഫൈസൽ തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി. ഈ ചാനൽ ന്യൂസ് കാളികാവ്. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.